എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നയന അവാർഡൊക്കെ വാങ്ങിയതിന് ശേഷം ദേവേനിയുടെ കാലൊക്കെ തൊട്ട് തൊഴുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവേനിക്ക് വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേസി പറയുകയാണ്, ഇതുകൊണ്ടൊന്നും തീർന്നില്ല, സമ്മാനം വേറെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, അതെ മരുമോൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തന്നെ അമ്മായിയമ്മ പണിയിച്ച് കൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അത് ഞാൻ അമ്മ കേൾക്കാൻ വേണ്ടി തന്നെയാണ് നയനേച്ചിയോട് എനിക്ക് ആ മാല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത് എന്ന് പറയാണ് കേട്ടോ. അമ്മയുടെ സ്വഭാവം പൊളിക്കാൻ വേണ്ടി തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി ആ നെക്ലസ് നയനയ്ക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആൻമേരിയ പറയുകയാണ്, മകൻ താലിമാല അണിയിച്ചു, അമ്മ വേറൊരു മാലയും അണിയിച്ചു കൊടുത്തു, ഇനി ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻമേരിയെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആൻമേരിയ പറയുന്നുണ്ട്, അമ്മായിയമ്മ മാത്രം ഈ സംഘടനയിൽ അംഗമായാൽ പോരാ, അതുപോലെ തന്നെ മരുമകളും അംഗമാവണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എൻ്റെ മരുമകൾക്ക് ഏത് സ്ഥാനം കൊടുത്താലും എനിക്കതിൽ ഒരു പരാതിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, എനിക്കങ്ങനെ ഒരു സ്ഥാനവും വേണ്ട, എനിക്ക് അമ്മായിയമ്മയുടെ ഒരു മുകളിൽ ഒരു സ്ഥാനവും വേണ്ട, എനിക്കൊരു അംഗമായിട്ട് ഇതിൽ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ നനയം പറയുന്നുണ്ട്. എന്നിട്ട് അവർ ചേർന്ന് എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആൻമേരിയുടെ ഒരു റിക്വസ്റ്റ് പോലെ ദേവേനി പറയുന്നുണ്ട്, ഇതെന്തായാലും ഈ പ്രോഗ്രാം ചാനലിൽ കൊടുക്കരുത്, ഇത് ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്, പക്ഷേ ഒരിക്കലും ഇത് കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റാണ്, ഇത് കൊടുക്കരുതെന്നൊക്കെ ഇങ്ങനെ ആൻമേരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻമേരി പറയാണ്, എന്താ ആൻറ്റി അതിനെന്താ കുഴപ്പം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച വിവരം ഇനിയും അറിയാത്തവരുണ്ട്, അപ്പോൾ അവരെയൊന്നും അറിയിക്കേണ്ട, അവരൊന്നും അറിയാൻ ഇപ്പോൾ സമയമായില്ല എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു, ഇപ്പോഴും അവരൊന്നും അറിയിക്കണ്ടെന്ന്. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും ചിന്തിക്കുന്നത് ഒരുമിച്ചാണല്ലോ ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അന്യരെ പോലെ ഇരുന്നാൽ ഞങ്ങൾ കഴിക്കുന്നത് എന്നിങ്ങനെ പറയണേ, അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുകയാണ്. വാ മോളെ എന്ന് പറഞ്ഞിട്ട് ദേവേനി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഓഡിയൻസൊക്കെ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹാപ്പിയായിട്ട് അവർ പോവുകയാണ് കേട്ടോ, അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നന്ദു ഇങ്ങനെ ഫോണിൽ നയനയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഗോവിന്ദൻ വരുന്നുണ്ട്. അപ്പോൾ നന്ദു കാണിച്ചു കൊടുക്കുന്നുണ്ട്, അച്ഛൻ നോക്കിയേ, അച്ഛൻ്റെ പുന്നാര മോള് അവാർഡൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടോ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദന് വളരെ സന്തോഷമാവുകയാണ്. ഈ പറയുന്നത് കേട്ടിട്ട് കനക വന്നിട്ട് നോക്കട്ടെ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയുകയാണ്, അത് ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഗോവിന്ദനൊക്കെ വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് കനക ഫോണൊക്കെ തട്ടിപ്പിടിച്ചിട്ട് വാങ്ങിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാവുകയാണ് എല്ലാവർക്കും. എന്നിട്ട് കനക പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ടാണെങ്കിലും അമ്മയും മരുമോളും കൂടെ ഒന്നിച്ചായിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, അമ്മയുടെ ഇങ്ങനത്തെ സ്വഭാവം ചേച്ചിക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചേച്ചിയോട് സ്നേഹമുണ്ടോ എന്നാൽ ചേച്ചിക്ക് സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ, അതുകൊണ്ട് എന്താ മോക്ക് നേട്ടങ്ങളല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ട്. എന്തായാലും അമ്മായിയമ്മ വിട്ടതുകൊണ്ടല്ലേ ആദർശിൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിൽ മോക്ക് ചീഫ് ഡിസൈനറായിട്ട് തന്നെ ഇരിക്കാൻ പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നയനയുടെ കൂട്ടുകാരി കല്യാണിയെ പോലെ ഇനിയും അവൾ ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, ഇനി മൂർത്തി സാറും ചേച്ചിയുടെ പേരിൽ അറിയപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ അറിയപ്പെട്ടാലും മൂർത്തി സാറിന് വളരെയധികം സന്തോഷമാവേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനക ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, മോളെ നീ ഇത് കണ്ടില്ലേ, മോളെ കഴുത്തിലൊരു പുതിയ മാല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ഇത് ഡയമണ്ട് വല്ലതും തന്നെയാണോ എന്നൊക്കെ
അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് പറയും അപ്പം കനക പറയാണ് ചിലപ്പോൾ ഡയമണ്ട് ആയിരിക്കും, നല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിളിച്ച് നോക്കാം എന്നൊക്കെ ഇങ്ങനെ നന്ദുവും പറയാണ്, ചേച്ചിയെ വിളിച്ച് നോക്കാം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ചേച്ചിയെ കൊണ്ട് ഒരു ചിലവ് ചെയ്യിക്കണം, എന്താ ചേച്ചിക്ക് ഇത്രയും നല്ലൊരു അവാർഡൊക്കെ കിട്ടിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാണ്. അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചേച്ചിയെ കൊണ്ട് ചിലവൊന്നും ചെയ്യിപ്പിക്കണ്ടെന്ന്. അപ്പോൾ നന്ദ പറയാണ് ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ചേച്ചി എന്തായാലും ചെയ്യും, ഞാൻ അച്ഛൻ അതിലൊരു തടസ്സമൊന്നും ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവേണം. അപ്പം വളരെ സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ അവിടെ. അതായിട്ട് നയനയും ദേവയാനിയും കൂടെ ജ്യൂസൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയും നയനയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് നയന ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്ത് പറ്റി മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ എനിക്ക് ചിരി വരുന്നതാ എന്ന് പറയാം. അപ്പം ദേവയാനി ചോദിക്കുകയാണ് അത്രയ്ക്ക് കോമഡി ആയിരുന്നോ എന്ന് ചോദിക്കുന്നത്. കോമഡി അല്ല, കോമഡി ഉണ്ടായിരുന്നു, ട്രാജഡി ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അല്ല ഞാൻ മോളെ അത്രയ്ക്ക് വെറുത്തിരുന്നതല്ലേ, അതുപോലെ തന്നെ മോളാണ് കരൾ തന്നെയെന്നറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് മോളെ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല, എനിക്ക് വളരെയധികം വിഷമം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ എനിക്കങ്ങനെ സ്നേഹിക്കാനും പറ്റത്തില്ലല്ലോ, കാര്യം ഞാൻ അത്രയ്ക്ക് മോളെ വെറുത്തിരുന്നതല്ലേ, അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവർ കണ്ട് ഞാൻ ഇങ്ങ് ചൂളിപ്പോകത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത്രയ്ക്കല്ലേ ഞാൻ മോളെ വെറുത്തിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ് അതിനെന്താ അമ്മ ഇപ്പോൾ വെറുത്തത് നന്നായില്ലേ, വെറുപ്പിൻ്റെ ആഴം കൂടുന്തോറും അതിൻ്റെ ഇരട്ടി സ്നേഹം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് ശരി, അത് ഞാൻ ഇപ്പോൾ അനുഭവിച്ചറിയുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് വീട്ടിൽ എന്ത് പോയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ, നമുക്ക് എല്ലായിടത്തൊക്കെ ഒന്ന് പോയിട്ട് ചെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ആദർശ് മോൻ വരാത്തത് നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയാണ് അമ്മ ആദർശേട്ടൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ വനിതകളുടെ പ്രോഗ്രാം എന്ന് എന്നെ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവർ നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. ദേവയാനിക്ക് നയനയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും മതിയാവില്ല എന്നുള്ള രീതിയിൽ എന്ത് വേണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് ദേവേനി പറയാണ് ഇനി എല്ലാത്തിനും മോളെ കൂടെ ഞാനും ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് മോൾക്ക് ഞാൻ ഇനി എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ചെയ്യും, മോക്കും അതുപോലെ തന്നെ മോളെ വീട്ടുകാർക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അമ്മ ഇത് അറിഞ്ഞതിന് ശേഷം എനിക്കും എൻ്റെ വീട്ടുകാർക്കും നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ടല്ലോ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എനിക്കിനി ഒരു മോൻ മാത്രമല്ല, എനിക്കിനി ഒരു മോള് കൂടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര സ്നേഹത്തിലിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ആദർശ് ഭാഗ്യവാനാണ്, അതുകൊണ്ടാണ് മോളെ ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ മോളെ ചേച്ചിയുടെ ജീവിതം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനിയുടെയും അനാമികയുടെ ജീവിതവും എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് അത് ആദർശിനെ പോലെ തന്നെയാണ് അനിയും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർ തമ്മിൽ പിരിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും സ്നേഹിക്കണം എന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണ്. ദേവയാനിക്ക് അതിൽ നല്ല വിഷമമുണ്ട്. അപ്പം നയന പറയുകയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ അനാമികയെ വളർത്തി ഇങ്ങനെ ആക്കിയിരിക്കുന്നത് അവൾ അച്ഛനും അമ്മയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ദേവേനി പറയുന്നുണ്ട് നമ്മളിനി നേരെ ടെക്സ്റ്റൈൽസിലാണ് പോകുന്നത്, മോൾക്ക് കുറച്ച് സാരിയൊക്കെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ എനിക്ക് മോള് കുറച്ച് സാരി സെലക്ട് ചെയ്ത് തരാൻ വേണമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ദേവയാനി നയനയ്ക്ക് സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേഹത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, ചേരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നോക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് നയനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട് മോളെ, മോൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമായെങ്കിൽ എനിക്കും ഇഷ്ടമായെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയുകയാണ് ഇനി ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവേ അമ്മേ, നമ്മളിവിടെ നിന്നിങ്ങനെ അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഒഴിഞ്ഞ കടയിൽ തന്നെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. എനിക്കറിയാം എൻ്റെ വീട്ടിലുള്ളവർ ആരൊക്കെ ഏതൊക്കെ ടെക്സ്റ്റൈൽസിലാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ദേവയാനി പറയുന്നുണ്ട് എന്തായാലും മോള് എനിക്കും കൂടെ ഒരു സാരി സെലക്ട് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനെ ഇഷ്ടമുള്ള ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറഞ്ഞു അതങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, മോൾക്ക് ഇഷ്ടപ്പെട്ട എനിക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്ന് ബില്ല് പേ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ.
അതിന് ചോദിക്കുന്നുണ്ട് നമുക്ക് പോണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് പകല് തീർന്നില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ ഇത്ര ധൃതി എന്നൊക്കെ ഇങ്ങനെ ദേവേനെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് നവ്യ ഇരുന്ന് ടി വിയിലെ ന്യൂസ് കാണുകയാണ് കേട്ടോ. അപ്പോൾ ആൻമേരി ഇങ്ങനെ പറയുന്നുണ്ട് അവാർഡ് ചടങ്ങിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നയന ഇങ്ങനെ അവാർഡൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നയനയ്ക്ക് നവ്യയ്ക്ക് വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്തേക്ക് അവിടേക്ക് ജാനകിയും അതുപോലെ തന്നെ ജലജയും അനാമികയൊക്കെ വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട് കാണ് നോക്ക് എൻ്റെ സ്വന്തം അനിയത്തി അവാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് ഇവിടുന്ന് ഒരാൾ ഫംഗ്ഷന് പോയായിരുന്നല്ലോ, അവിടെയൊന്നും കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുകയാണ് ഏട്ടത്തി അവിടെ ഇരുന്നിട്ട് പോലും ഉണ്ടാവില്ല, ഏട്ടത്തിക്ക് അത് ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് ആര് കണ്ടാലും കണ്ടില്ലേ എൻ്റെ അനിയത്തി നല്ലതായിട്ട് നിൽക്കുന്നത് കണ്ടോ, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് അനാമിക റിമോട്ട് എടുത്ത് ടി വി ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഓഫ് ചെയ്തതെന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആർക്കും ഇത് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഓഫ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയേണ്ടത് നിനക്ക് കാണണ്ടെങ്കിൽ നീ കാണണ്ട എന്ന് ഇങ്ങനെ പറയണം. ഇത് കാണാൻ വേണ്ടി ഇത് അമ്മമാരും പെങ്ങന്മാരും ഒക്കെ കുറേ പേര് ഇത് കാത്തിരിപ്പുണ്ട്, അവർ കണ്ടോളൂ. ഇപ്പോൾ സ്ത്രീകളുടെ അഭിമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നയന എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ജലജ പറയാം നീ അവളെ പേരും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ഇത് ആളാവാൻ നോക്കണ്ട, നീ അവളെ വാലാറ്റി നടക്കാനല്ലേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അവളാണെങ്കിൽ പോയിട്ട് പൈസയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നിന്നെക്കൊണ്ട് അബിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജലജ നവ്യയോട് ചോദിക്കുകയാണ്. അപ്പം നവ്യ ഇത് കേട്ടിട്ട് പറയാണ് എന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് തന്നെ അവന് ഭാഗ്യമാണ്, പിന്നെ എൻ്റെ അമ്മായിയമ്മ ആവാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ മുഖം തിരിച്ച് നിന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ മിക്കവരും. എന്നിട്ടിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ അതേപോലെ തന്നെ പേരാണ് ഇപ്പോൾ നയനയ്ക്കും, നയന കളക്ഷൻസിനും അത് നല്ല പേരുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനയ്ക്കും ജലജയ്ക്കും അനാമിക്കും നല്ല ദേഷ്യം വരെയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവളെ അടുത്ത് പോയി നിൽക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ല, പ്രത്യേകിച്ച് അനാമയ്ക്കും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട് അതിന് നിങ്ങളെപ്പോലെയൊന്നും അല്ല ഇവളിവിടെ വന്നത്, അവൾ നല്ല എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് അതെനിക്കറിയാം, പൊന്നും കൊണ്ട് തന്നെയാണ് വന്നത്, ഇപ്പോൾ അത് പൊന്നും ഉണ്ടായിരുന്നു, പക്ഷെ അതേപോലെ തന്നെ ഇവൾക്ക് അഹങ്കാരവും ഉണ്ട്, ഇവളെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട് നീ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ അനാമിക മോളെ കുറിച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഇവളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാലേ ഇതാ ഇവിടെ നിൽക്കുന്ന ഇവളെ അമ്മായിയമ്മ തന്നെ ഇവളെ കരണത്തടിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഞാൻ കൂടുതൽ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ അമ്മായിയമ്മ തന്നെ ഇവളെ കരണം നോക്കി കൊടുക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയാം നീ വെറുതെ ഓരോന്നിങ്ങനെ പറയേണ്ട നവ്യ എന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയുന്നുണ്ട് കേട്ടോ. നീ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ അത് തുറന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അനാമിക ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ, ഇനി എവിടെ വല്ലതും പറയുമോ എന്നുള്ള ടെൻഷനും ഉണ്ട് അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് എവിടെ ഒരു കള്ള ലക്ഷണം കാണിച്ച് അനാമിക നിൽക്കുകയാണ്. ജലജ ചോദിക്കുന്നുണ്ട് അവളെ ഭാഗത്ത് എന്ത് തെറ്റാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റെന്തായാലും എവളെ ഭാഗത്തുണ്ടെന്നും ഇവക്ക് നല്ലതായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നെ തോൽപ്പിക്കാൻ നിന്നാൽ എൻ്റെ നാവ് അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജാനകി അനാമികയോട് ചോദിക്കുന്നുണ്ട് അവളെന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു എനിക്കറിയില്ല, അവൾക്ക് വട്ട് കേസാണ്, എനിക്ക് അവളോടൊന്ന് വായിട്ട് അലയ്ക്കാനൊന്നും വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട് അതാ നല്ലത്, മോളൊന്നും മിണ്ടായിരിക്കുന്നതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇനി ഈ പോയവളെക്കാട്ടിയും വലിയ പ്രശ്നമാണ് ഇനി വരാൻ പോണതല്ല. അവളെ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് എന്നിങ്ങി വരുമ്പോൾ എങ്ങനെ ഇരിക്കും? ആ അവാർഡ് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇത്രയും നാടകം കളിച്ചത്, അല്ലെങ്കിൽ വല്യമ്മ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാടകം ഇവൾ കളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ആ ദേഷ്യം എന്തായാലും ചേച്ചിയുടെ മനസ്സിലും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ അതിനെ ഒന്ന് ചൂട് പിടിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ ജലജ അനാമിക എല്ലാവരും കൂടെ ഇരുന്ന് പറയാണ് കേട്ടോ.
അടുത്തായിട്ട് ആദർശ് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നയനയുടെ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൽ അമ്മയുടെ പൊടി പോലും കാണാനില്ലല്ലോ, എന്നാലും അത് മോശമായിപ്പോയി. അമ്മായിയമ്മയും മരുമോളും ഒരുമിച്ചായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ കുറച്ചുകൂടെ അടിപൊളിയായേനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് വിചാരിക്കുകയാണ് ഇനി എന്നാണോ എന്തോ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആവുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശ് ആലോചിക്കുന്നുണ്ട്. ഈ സമയം നയനയും ദേവയാനിയും കൂടെ കാറിലിങ്ങനെ പോവേണ്ട കേട്ടോ. എന്നിട്ട് ദേവയാനി ഇങ്ങനെ നയനയുടെ കവിളിലേക്ക് ഇങ്ങനെ തൊടുന്നുണ്ട്. നയന ഇങ്ങനെ ദേവയാനിയുടെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട്, കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സ്നേഹമായിട്ടിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനി എവിടെയാണ് പോവേണ്ടത് അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് മോൾക്ക് എവിടെയാണ് പോവേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പോവാമെന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ് വേണ്ട, അത് എന്തായാലും ഇപ്പം പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്തേക്കും ഒരു കോള് വരികയാണ്, നയനയ്ക്ക് കോള് വരികയാണ്. ആദർശാണ് കേട്ടോ വിളിക്കുക. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് അങ്ങനെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ, പക്ഷേ ഇങ്ങോട്ട് വരേണ്ട ആൾ ഇതുവരെയായിട്ടും വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയേണ്ട വേറൊരു പാർട്ടി ഉണ്ട് ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിന് സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതിന് എല്ലാവരും എന്താ ഇവിടെ കൂവിക്കൊണ്ടാണോ ഫംഗ്ഷൻ നടത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അമ്മ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്തോ കേട്ടോ അറിയില്ല ആദർശേട്ടാ, എനിക്കറിയില്ല, ആ ഫംഗ്ഷൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നീട് കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നീ അവാർഡ് വാങ്ങിക്കുന്നവരെ അമ്മ എവിടെയും ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും. അവാർഡ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ ടെൻഷനൊക്കെ പോയി കാണും, അതിനുശേഷം അമ്മ പോയി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദർശ് പറയുന്നുണ്ട് എന്തായാലും അമ്മ വീട്ടിലെത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയനിങ്ങനെ ചോദിക്കുന്നുണ്ട് അയ്യോ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇനി എവിടെയും ദേഷ്യപ്പെട്ട് പോയതാണോ എന്ന് എനിക്കറിയില്ല, അതെന്താ അങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല അമ്മയ്ക്ക് വളരെ ഇതാണല്ലോ, ഇഷ്ടമില്ലാത്തൊരു ചടങ്ങിലല്ലേ പങ്കെടുത്തത്, അതുകൊണ്ട് നീ അവാർഡ് വാങ്ങിക്കുന്നത് കാണേണ്ടി വന്നില്ലേ, അതിൻ്റെ ദേഷ്യത്തിൽ ഇനി എങ്ങോട്ടെങ്കിലും പോയതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇത്രയും സമയത്ത് വീട്ടിലെത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് ചിലപ്പോൾ അത് ശരിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയനയും ദേവേനയും കൂടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയാണ് എന്താ ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങ് ചെല്ലാനാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട്. ഇനി ചെന്നില്ലെങ്കിലും സംശയം തോന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെ ആദർശിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുക. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.